റബീഉൽ അവ്വൽ 12 ആയാൽ, അതാണ് ഈ ഘോഷയാത്രയൊക്കെ കാണുന്നത്. ദീൻ അനുവാദം നിന്ന വിഷയമാണ്. ഇപ്പോൾ റബീഉൽ അവ്വലൊക്കെ ആകുമ്പോൾ ചില ഖോജമാരങ്ങനെ പറയുമല്ലോ, എന്തൊട്ട് റബീഉൽ അവ്വൽ, എന്തൊട്ട് സ്വലാത്ത്, എന്തൊട്ട് മൗലിദ്. അബൂബക്കർ തങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഉമർ അൽ ഖത്താബ് തങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നബിദിനം കഴിച്ചിട്ടുണ്ടോ? ഒരു 3-4 ഉണ്ട അങ്ങോട്ട് ചേർത്ത് വെച്ചാൽ ഈ ഉമ്മത്തിൽ നിന്ന് പിന്മാറുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലേ? അതാണ് ഈ ഘോഷയാത്രയൊക്കെ കാണുന്നത്. ദീൻ അനുവാദം നിന്ന വിഷയമാണ്. റബീഉൽ അവ്വൽ 12 ആയാൽ നിങ്ങൾ അവിടുത്തെ ജനനം ആഘോഷിക്കാൻ പാടില്ല. അന്ന് ഘോഷയാത്ര പാടില്ല, അന്ന് മദഹ് കീർത്തനങ്ങൾ പാടില്ല, പാവപ്പെട്ട സാധുക്കൾക്ക് കുടുംബത്തിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല, ഈ കെട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുമക്കൾക്ക് മധുരം കൊടുത്തവരെ സന്തോഷിപ്പിക്കാൻ പാടില്ല. എന്താ ഖുർആനിൽ ഏതെങ്കിലും 6000 ചില്ലറ ആയത്തിൻ്റെ ഒരായത്ത് വേണ്ട, ഏതെങ്കിലും ഒരു മൂലക്ക കഷണത്തിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഇത് ചെയ്യാനുള്ള അമല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾ സന്തോഷിക്കണം എന്ന് ഖുർആനിൽ എത്ര ആയത്തുണ്ട്? ഉണ്ടോ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളുടെ സ്വന്തം ജീവനേക്കാൾ, ബാപ്പയുമൊക്കെ അവിടെ നിൽക്കട്ടെ, സ്വന്തം ജീവൻ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നിങ്ങളുടെ സ്വന്തം ശരീരത്തേക്കാൾ നിങ്ങൾ ആരെ സ്നേഹിക്കണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്നേഹിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ദീൻ വിലക്കാത്ത, ദീൻ പാടില്ലെന്ന് പറയാത്ത ഏത് കൈഫിയത്തും അതിനെ സ്വീകരിക്കാം. ഇത് അള്ളാഹു അനുവാദം തന്നതാണ്. മുസ്ലിം ഉമ്മത്ത് എക്കാലത്തും പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ ആദരിക്കുന്നത് പുണ്യനബിയോടുള്ള മഹബത്ത് കൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോടുള്ള സ്നേഹം, മഹബത്ത്. നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ തരാമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോദ്യം മുഴുവൻ ആരോടാണ്? പടച്ചോനോട്. ഒരു പടപ്പിനോട് നമ്മൾ ചോദിക്കൂല. അത് ഈ ഹയവാന്മാർ വെറുതെ പറഞ്ഞുണ്ടാക്കാണ്. യാ വലിയൽ ഹസനാത്തി യാ റഫീഅദ് ദറജാത്തി. അല്ലേ? നമ്മൾ അല്ലേ മൗലിദിൻ്റെ യാ നബി പാടിയിട്ട് അവസാനം ദ്വാരക്കുമല്ലോ, റബ്ബന റഹംനാ ജമീഅ നമ്മൾ ദ്വാരക്കുമല്ലോ. ഇതൊക്കെ നബിയോടാണെന്നാണ് ഇവർ പറയുന്നത്. ലോക വിഡിത്തല്ലേ പറയുന്നത്? നബിയോടാണ് ദ്വാരക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പറയണ കുൽഹു അല്ലാഹു അഹദ്, നിസ്കാരം 5 വഖത്താകുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങോട്ട് പറയാൻ തന്നെ മൗലിദിൻ്റെ ഒരു വരി പോയിട്ട് ഒരു അക്ഷരത്തിൽ പോലും ശിർക്കിൻ്റെ ഒരു നിഴൽ പോലും ഇല്ല. ലോകത്ത് തെളിയിക്കാൻ പറ്റില്ല. തെളിയിക്കാൻ പറ്റും, അവർക്ക് തന്നെ തെളിയിക്കാൻ പറ്റും. ആ പറയുന്നത് അവർ തന്നെ അർത്ഥം പറയാ. അത് മൗലിദിൻ്റെ അർത്ഥമാകണ്ടേ? മങ്കൂസ് മൗലിദി, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മങ്കൂസ് മൗലിദി രചിച്ചല്ലോ. എവിടെ നിന്ന് നോക്കിയാൽ പകർത്തിയത്? ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വരി നോക്കിയിട്ട് പകർത്തിയതാണ്. അതൊക്കെ ചില്ലറ ആളുകൾ എഴുതിയതല്ല. അതൊന്നും നല്ല പവറല്ലേ. മൗലിദ് ചൊല്ലാൻ തുടങ്ങുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ മാലാഖമാർ എവിടെ ഇരുന്ന് ചൊല്ലിയാലും, സദസ്സിൽ ചൊല്ലിയാലും, പള്ളി ചൊല്ലിയാലും, വീട്ടിൽ ചൊല്ലിയാലും, മൗലിദ് ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓൺലൈനിൽ നോക്കിയിട്ടാണ് ചെല്ലുന്നത്, അല്ലെങ്കിൽ ഓഫ്ലൈനാണ് ചെല്ലുന്നത്. ചൊല്ലി തുടങ്ങുമ്പോഴേക്കും മലക്കുകൾ അവിടെ നിന്നിട്ട് പൊതിയുന്നല്ലേ മഹാന്മാർ പറഞ്ഞത്? മലക്കുകൾ അവിടെ നിന്നിട്ട് പൊതിയുത്രേ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് വേണ്ടി ദുആ ചെയ്യും എന്നൊക്കെ ഇമാമികൾ ചർച്ച ചെയ്തിട്ടില്ലേ? ജിബ്രീലിൻ്റെ ദുആ കിട്ടും അത്രേ വീട്ടിൽ മൗലിദ് കഴിച്ചാൽ. ഇതൊക്കെ ശിർക്കാണ് കിർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പിശാജ് നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കാതിരിക്കുന്നതാണ്. അതിന് അത്ര പരിഗണിച്ചാൽ മതി. അത്തരം വാക്കുകൾ അള്ളാഹു നമ്മളെ വിജയത്തിലാക്കട്ടെ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തെ എങ്ങനെയാണ് അവിടുത്തെ സ്നേഹിച്ചത്? സ്വഹാബത്തെ എങ്ങനെയാണ് അവിടത്തോട് മഹബത്ത് വെച്ചത്? കേവലം ഈ കൊല്ലമുള്ള ഈ റബീഉൽ അവ്വൽ കൊണ്ട് മാത്രമല്ല അവരുടെ സ്നേഹം. അവരുടെ ജീവൻ തന്നെ അവർ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പ്രിയപ്പെട്ടവരെ എടുത്തു കാണിച്ചുകൊണ്ടാണ് അവിടുത്തെ സ്നേഹിച്ചത്. ഭയങ്കര സ്നേഹമല്ലേ ഉണ്ടായത്? ഭയങ്കര സ്നേഹമല്ലേ? റബീഉൽ അവ്വൽ 12 അന്ന് മദീനയിൽ വലിയ നബിദിന സമ്മേളനം നടന്നു. ആരാണ് നായകൻ? മുഹമ്മദ് മുസ്തഫ. നമ്മൾ വിചാരിച്ച റബീഉൽ അവ്വൽ 12 അന്ന് ദഫ് മുട്ടി പാട്ട് പാടാനൊക്കെ ഏതോ മുല്ലാക്കന്മാരുണ്ടാക്കിയ ഖുറാഫാത്താണെന്ന്. അല്ല, ഇത് സ്വഹാബത്തും നബിതങ്ങളും ചെയ്ത് കാണിച്ചതാ. റബീഉൽ അവ്വൽ 12 അന്നേ ഒരു തിങ്കളാഴ്ചയാണത്. തിങ്കളാഴ്ച ചേർന്ന് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മുന്നിട്ട് വരുമ്പോൾ അവിടെ നിന്ന് വരുന്നതിൻ്റെ കിലോമീറ്ററുകൾക്ക് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് സ്വഹാബത്ത് ഈത്തപ്പനയുടെ മുകളിൽ കയറി ഊഴം വച്ചിട്ട്, നീ ആദ്യം കയറ്, ഇത്ര സമയം കഴിയുമ്പോൾ ഇറങ്ങണോട്ടോ, ഇനി എനിക്ക് കയറാനുള്ളതാണ്. എന്തിനാ കയറുന്നത്? ദൂരെ നിന്നിട്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വരുന്ന വരവൊന്ന് ഫസ്റ്റ് കാണാൻ എനിക്ക് കാണണമെന്ന്. സ്വഹാബത്ത് ഈത്തപ്പനയുടെ മുകളിൽ കയറി. ഞാൻ ചോദിക്കട്ടെ, ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈത്തപ്പനയുടെ മുകളിലേക്ക് പഠിച്ചേറിയത്? അങ്ങനെ ആയത്തുണ്ടോ നബി വരുമ്പോൾ ഈത്തപ്പനയുടെ മുകളിൽ കയറണമെന്ന്? എന്താണത്? അത് ഒരു തരം ഹുബ്ബാണ്, അത് സ്നേഹമാണ്. മദീനയിലേക്ക് ഇങ്ങോട്ട് മുന്നിട്ട് വന്നു. സ്വഹാബത്തിന് ഭയങ്കര ആശ്വാസമായി. അവരവിടെ ഇവിടെയൊക്കെ കിടന്ന് ദഫൊക്കെ എടുത്തുകൊണ്ട് വന്നു.
ഉണ്ടാ ഓശാത്തിൽ നമ്മൾ ദഫ് പാടുന്നത് എന്തിനാ റബീഉൽ അവ്വൽ 12-ന്? അൻസാറുകളായ സ്വഹാബത്താണ് ഈ ദഫ് എടുത്തുകൊണ്ട് വരുന്നത്. നമ്മളെപ്പോലെ ലോ ക്ലാസ് പാർട്ടിയല്ല. നിങ്ങൾ ആരുടെ പിന്നാലെ നടക്കണം? നിങ്ങൾ ആരുടെ പിന്നാലെ നടന്നാലാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത്? ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അവരുടെ പിന്നാലെ നടക്കണം നിങ്ങൾ. അവരുടെ പിന്നാലെ നടന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. റബീഉൽ അവ്വൽ 12-ൽ അൻസാറുകളായ സ്വഹാബത്ത് ദഫ് അന്വേഷിക്കാൻ തുടങ്ങി. ദഫ് മുട്ടി പാട്ടുപാടാൻ, ദഫ് മുട്ടി പാടി സ്വീകരിക്കാൻ മുഹമ്മദ് മുസ്തഫാനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് റബീഉൽ അവ്വൽ 12-ന്റെ എന്ന് തിങ്കളാഴ്ച അവിടുത്തെ ജനനദിനമാണെന്ന് നമ്മളെക്കാൾ കൂടുതൽ അവർക്കറിയാമല്ലോ. അവിടുന്ന് മദീനയിലേക്ക് കയറി വരുന്ന സന്തോഷത്തിന്റെ വെൽക്കം സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പടപ്പാട്ടാണ് പാടാൻ പോകുന്നത്. സഹാബത്ത് ദഫുമുട്ടി പാടാൻ തുടങ്ങിയല്ലോ. ത്വലഅൽ ബദ്റു അലൈനാ മിൻ ഫനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ. മൗലിദ് കിതാബിൽ നമ്മൾ പാടാറില്ലേ, നമ്മൾ പറയാറില്ലേ, ഇതേതെങ്കിലും മല്ലാഖമാർ എഴുതിയുണ്ടാക്കിയതല്ല. ഇത് മഹാന്മാരായ അൻസാറുകളായ സഹാബത്ത് എഴുതിയുണ്ടാക്കിയ വരികളാണ്. സഹാബത്തിന്റെ മൗലിദാണ് ത്വലഅൽ ബദ്റു അലൈനാ. നബി തങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. നഹ്നു ജിവാരിൻ മിൻ ബനിൻ നജ്ജാരി യാ ഹംബദാ മുഹമ്മദുൻ ജാരി. നബിയേ, അങ്ങയുടെ വരവിൽ സന്തോഷമാണ് നബിയേ, ആഹ്ലാദമാണ് നബിയേ. റബീഉൽ അവ്വലിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റൂല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ദഫ് മുട്ടിക്കൊണ്ട് പാട്ടുപാടുന്നത് പ്രായമുള്ളവരാണ്, ചെറുപ്പക്കാരാണ്, കുഞ്ഞുമക്കളാണ്. വീട്ടിൽ നിന്ന് ഉമ്മമാരെല്ലാവരും ഇറങ്ങി വന്നുകൊണ്ടാണ് മദീനയിൽ സ്വാഗതം ചെയ്യുന്നത് പരിശുദ്ധ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പാട്ടങ്ങ് കേട്ടപ്പോ എൻ്റെ പ്രിയമുള്ളവരെ, ഒട്ടകത്തിന്റെ പുറത്തു നിന്ന് ഇറങ്ങി വന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖറജ ഇലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദഫുമുട്ടി പാട്ടുപാടിയ സ്വഹാബത്തിന്റെ അൻസാറുകളായ സ്വഹാബത്ത്, ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ. നിങ്ങൾ അൻസാറുകളായ സ്വഹാബത്തിനോട് ഏതായി അൻസാറുകൾ റബീഉൽ അവ്വൽ 12-ന്റെ എന്ന് ദഫുമുട്ടി പാട്ടുപാടി സ്വാഗതം ചെയ്ത, നബി തങ്ങളെ സ്നേഹിച്ച് പാട്ടുപാടിയ അൻസാറുകളോട് നിങ്ങൾക്ക് സ്നേഹമാണെങ്കിൽ അത് മിനൽ ഈമാൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെന്നതിന്റെ അടയാളമാണെന്ന് ഈമാൻ നമ്മളെ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവരോടും അവരുടെ നേതാവായ ഹബീബിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ റബീഉൽ അവ്വൽ അടങ്ങിയിരിക്കാത്തത്. ഞങ്ങളെ പലരും കളിയാക്കുന്നുണ്ട്, ഞങ്ങളെ പലരും ആക്ഷേപിക്കുന്നുണ്ട്, വാട്സപ്പിൽ പല മെസ്സേജും അയക്കുന്നുണ്ട്, പല വീഡിയോ ക്ലിപ്പും അയക്കുന്നുണ്ട്. ഞങ്ങളത് കാണൂല്ല അല്ലാ, ഞങ്ങൾക്കത് കേൾക്കാൻ പോലുമുള്ള മനസ്സില്ല അല്ലാ. റബ്ബേ, നിന്റെ ഹബീബിനെ സ്നേഹിക്കണ്ട എന്ന് പറയുന്ന, നിന്റെ ഹബീബിനോട് മുഹബ്ബത്ത് വേണ്ട എന്ന് പറയുന്ന, നിന്റെ ഹബീബിന്റെ സ്വലാത്ത് വേണ്ടെന്ന് പറയുന്ന റബ്ബേ, അവരുടെ വാക്ക് ഞങ്ങളുടെ കാതിന് കേൾക്കാൻ പറ്റൂല്ല റബ്ബേ, ഞങ്ങൾക്കത് കേൾക്കണ്ട അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം വാട്സപ്പ് മെസ്സേജുകളെ അല്ലാഹുവേ ഡിലീറ്റ് ആക്കി കളയുന്നവരാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ അല്ലാ. നമുക്ക് തർക്കിക്കാൻ പറ്റിയൊരു സബ്ജക്റ്റ് അല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള തർക്കം തുടങ്ങിയാൽ എവിടെയാണെങ്കിലും വേണ്ടില്ല. അസ്സലാമു അലൈക്കും, പിന്നെ കാണാം, കുറച്ച് തിരക്കുണ്ട്. നമ്മുടെ ദുനിയാവ് ആഹുർ രക്ഷപ്പെടൂ. പറയുന്നവർ പൊക്കോട്ടെ, നമുക്കെന്താ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ അവിടുത്തെ സ്വീകരിച്ച അൻസാറുകളായ സ്വഹാബത്ത് ഫഖറജ ഇലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഫ് മുട്ടി പാട്ടുപാടിയ സ്വഹാബത്തിനിടയിലേക്കാണ് കയറി ചെന്നു, അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ഇവ നബിദിന വിരോധികളായ കുറച്ച് ആൾക്കാരുണ്ടാവും. നമുക്ക് അവരോട് വൈരാഗ്യം വിഷമമൊന്നുമില്ല, ഇല്ല. നമ്മളെപ്പോലെ അവരും സ്വലാത്ത് പാടണം, അവരും ഈ നിഅമത്തിൽ സന്തോഷിക്കുന്ന കാര്യത്തിൽ എന്തിനാ തർക്കം? എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു നിഅമത്തല്ലേ, വെറും നിഅമത്താണോ? അൻ-നിഅമത്തുൽ കുബ്ര, ഏറ്റവും വലിയ നിഅമത്തല്ലേ പരിശുദ്ധ റസൂൽ. അപ്പോൾ ഈ സന്തോഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്കാണ്ട് ഇറങ്ങിച്ചെന്നു. ആരിലേക്ക്? ദഫുമുട്ടി പാട്ടുപാടിയ കാക്കാമാരുടെ അടുത്തേക്ക്, സ്വഹാബത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് എന്താ പറഞ്ഞത്?
അവിടെ നിന്ന് എന്ത് പറഞ്ഞു അവരോട്? നിങ്ങൾ എന്ത് കിർക്കാണി കാണിക്കുന്നത്? ഇത് കൊടുത്ത ഹറാമാണ്, ശിർക്കാട്, ഇപ്പം തന്നെ പൊന്നാലിലേക്ക് പോകണം എന്നാണോ പറഞ്ഞത്? അല്ല. എന്താ പറഞ്ഞത്? അതുഹിബ്ബൂനി, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? നിങ്ങളുടെ ഈ ആഹ്ലാദവും സന്തോഷമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നോട് വലിയ മഹബത്തുള്ളത് പോലെ തോന്നുന്നല്ലോ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, ഇഷ്ടമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു വല്ലാഹി വല്ലാഹി, എന്താ സംശയം നബിയെ, അങ്ങയോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ഈ റബീഉൽ അവ്വലിൽ 12 പാട്ടുപാടി അങ്ങയെ മദീനയിലേക്ക് സ്വീകരിക്കുന്നത്. വലിയ ഇഷ്ടമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ എന്താ പറഞ്ഞത്? വഅന ഉഹിബ്ബുക്കും വഅന ഉഹിബ്ബുക്കും, ഞാൻ നിങ്ങളോട് വലിയ ഇഷ്ടമുള്ളവരാണ്, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണെന്ന് 3 വട്ടം സലാസൻ ആവർത്തിച്ചു ഇമാം ബൈഹഖി തങ്ങൾ അവിടുത്തെ ദലായിലിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ത്വലഅൽ ബദ്ർ പാടിയിട്ട് സഹീഹായ ഹദീസുകളിൽ അവിടുത്തെ സഹാബത്തിന്റെ ത്വലഅൽ ബദ്ർ എന്നുള്ള പാട്ടും സഹീഹായ ഹദീസിൽ കാണാം. ഇതൊന്നും എന്തെങ്കിലും ലേഖനം വായിക്കല്ല, ഇതൊക്കെ ഹദീസിൻ്റെ കിതാബിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുള്ള മഹാസംഭവങ്ങളാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ നന്മയിൽ ആരൊക്കെ ഭാഗവാക്കാകുന്നില്ലേ അവർക്ക് നന്മ തടയപ്പെട്ടവരാണ്, തൗഫീക്കില്ലാത്തവരാണ്. ഇപ്പോൾ റബീഉൽ അവ്വൽ നടത്തുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ദഹനക്കേട്. വേണ്ട, നിങ്ങൾ റബീഉൽ ആഖിർ നടത്തുമോ, ഞങ്ങളുണ്ട് കൂടെ. നടത്തൂലല്ലോ. മുഹറത്തിൽ നോക്കാം, ഞങ്ങൾക്ക് പിന്നെ കാണാം. ഇത് ദുനിയാവിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇത് താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ കൽബുകളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കൽബിനെ നന്നാക്കി തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സന്ദേശത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അവിടുത്തെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കയറിയാണ്ടല്ലോ പിന്നെ ഒരു ചുക്കും നമുക്ക് വിഷയമല്ല, ഒരു പ്രയാസമല്ല നമുക്ക്. അവിടുത്തെ സുന്നത്ത് ജീവിതത്തിലേക്ക് കയറണം, അവിടുത്തെ സുന്നത്ത് ഇങ്ങോട്ട് കയറണം നമ്മുടെ കൽബിലേക്ക്. അത് കയറുമ്പോൾ വലിയ സന്തോഷ, വലിയ റാഹത്ത. അൽ മർഉ മഅ മൻ അഹബ്ബ, നിങ്ങൾക്ക് ആരോടാ സ്നേഹം അവരോടൊപ്പം ഉണ്ടാകും നാളെ എന്ന് പരിശുദ്ധ റസൂൽ. റവാഹുൽ ബുഖാരി. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ റബീഉൽ അവ്വൽ പാതിരാക്കി ഇവിടെ ഈ നേരം പോയ നേരത്തും വയത് കഴിഞ്ഞിട്ട് വേണം മൊയ്യാരോട് 4 വർത്താനം പറയാൻ. എടങ്ങേറായിരിക്കണം ഞങ്ങൾ. എങ്കിലും ഞങ്ങൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, അവിടത്തെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ്. അല്ലേ? ഈ സ്നേഹത്തിന് എന്താ പകരം കിട്ടുന്നത്? സ്നേഹം യഥാർത്ഥത്തിൽ ഷോർട്ട് കട്ടാ. നിസ്കാരത്തിൽ പോരായ്മയുണ്ട്, നമ്മൾ പറഞ്ഞല്ലോ, നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നോമ്പിൽ പോരായ്മയുണ്ട്, ഹജ്ജിൽ പോരായ്മയുണ്ട്, അല്ലേ? ഒരു അമലും ഇല്ലാത്തവരാണ് നമ്മൾ. പക്ഷെ നമുക്ക് ഷോർട്ട് കട്ട്, പെട്ടെന്ന് സ്വർഗത്തിൽ കിടക്കാനുള്ള ഒരു വഴിയുണ്ട്. ഏതാ വഴി? അത് മഹബത്താണ്. അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു സഹാബി കയറി വന്നിട്ടല്ലോ അവിടുത്തെ സദസ്സിലേക്ക്. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരുപാട് അമലൊന്നും ചെയ്തിട്ടില്ല നബിയെ, ഒരുപാട് കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പരിശുദ്ധ നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് സുന്നത്ത് നോമ്പൊന്നും ഒരുപാടൊന്നുമില്ല, സാധാരണ ഫർദ് നിസ്കരിച്ച് അങ്ങനെ കഴിച്ചു കൂട്ടലേ ഉള്ളൂ, വേറെ അമലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്? പോയി 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമെന്നല്ല പറഞ്ഞത്. പിന്നെ ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, കൂടുതൽ അമലൊന്നും ഇല്ലയെന്ന് കരുതി അങ്ങയുള്ള സ്നേഹത്തിന് കുറവില്ല, ഇനി യുഹിബ്ബുല്ലാഹ വ റസൂല, അങ്ങയോടും അങ്ങയോടും അള്ളാഹുവിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹം ഭയങ്കരമാണ്, അത് ഞാൻ സമ്മതിക്കില്ല, ആർക്കും വകവെച്ചു കൊടുക്കില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? സുന്നത്ത് നിസ്കരിക്കാതെ എന്നോട് സ്നേഹോ, പോയി 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണോ, ഇത് എന്തുട്ട് സ്നേഹ എന്ന് പറഞ്ഞു കേട്ടോ? ഇല്ല. എന്തു പറഞ്ഞു? അൽ മർഉ മഅ മൻ അഹബ്ബ. അള്ളാഹുവിനോട് റസൂലിനോട് സ്നേഹമുണ്ടോ? എന്നാൽ ഞങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ വരാം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ പേരിൽ ഈ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് സ്വലാത്ത് ചൊല്ലാനും ജാഥ നടത്താനും ബാക്കി മുഅ്മിനീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും ഈ അമലകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നഷ്ടപ്പെടുമെന്ന്? അള്ളാഹുവേ, നിൻ്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് ഹബീബിനെ സമ്മാനമായിക്കിട്ട് റബീഉൽ അവ്വലിൽ ഞങ്ങളുടെ ഉസ്താദുമാരും ഞങ്ങളുടെ പൂർവികരായ സൂഫിയാക്കളും മശായിഖന്മാരും കാണിച്ചു തന്ന പോലെ ഞങ്ങളും ഒരുപാട് മദ്ഹ് പറഞ്ഞു, വെയിൽ കൊണ്ട് ഘോഷയാത്രയിൽ നടന്നു, അവിടുത്തെ സ്നേഹം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ നീ പോടോ നരകത്തിലേക്കെന്ന് പടച്ചോൻ പറയുന്നു തോന്നുന്നുണ്ട് ഞങ്ങൾക്ക്. അള്ളാഹു നമ്മുടെ കൽബുകളെ നന്നാക്കി തരട്ടെ. സ്വലാത്ത് ചെല്ലണമെന്ന് പറയാനാണ് നമ്മളിവിടെ വന്നത്. സ്വലാത്ത് ചെല്ലലും മദ്ഹ് പാടലും വലിയ അമലാണ് എന്ന് പറയാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജനനത്തോടനുബന്ധിച്ചുള്ള ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലേ? മീലാദ് ശരീഫുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ ഈ സംഗമം, അല്ലേ? നാളെയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കളുടെ കലാപരിപാടികൾ, അൽഹംദുലില്ലാ, എന്തോരു റാഹത്താണ്.
വിശ്വാസിയുടെ മനോനുകരങ്ങളിൽ എന്തെന്നില്ലാത്ത ആനന്ദമാണ്. അതെന്താ അതിന്റെ കാരണം എന്നറിയോ? അത് ഖുർആനും ഹദീസും നോക്കിയിട്ടല്ല. അത് നോക്കിയാൽ പോരിശ ഒന്നുകൂടെ കൂടും. പോരിശ കുറയുന്നല്ല, പോരിശ കൂടും. അല്ലാതെ തന്നെ ഈമാനുള്ളവളുടെ കൽബിൽ ഒരു നേച്ചർ, അവരുടെ ഒരു നേച്ചറാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന്റെ ദിവസം വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഒരു ആനന്ദവും കൽബിലുണ്ടാവുക. അത് ഈമാനുള്ളവന്റെ വോൾട്ടേജ് കൽബിലുള്ളവന്റെ ജീവിതത്തിലുണ്ടാവും. ആളുകൾ എത്ര മോശം പറഞ്ഞാലും അതിനൊക്കെ പ്രമാണബദ്ധമായ പിൻബലം ഇല്ല എന്നല്ല കേട്ടോ, അതുണ്ട്. അത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഈമാനുള്ളവരുടെ ഖൽബിൽ എന്തെന്നില്ലാത്ത ആനന്ദമുണ്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ. എന്തുകൊണ്ട്? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്തൊരു സന്തോഷം വിശ്വാസിയുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. അവിടത്തെ കുറിച്ച് പരാമർശിക്കാതെ ഈ ലോകത്തൊരാൾക്കും മുസ്ലിമാകാൻ സാധ്യമല്ലല്ലോ. ഒരാൾ 10,000 വട്ടം ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ ഉൽയ, കലിമത്തു തൗഹീദ്, കലിമത്തു തയ്യിബ 1000 വട്ടം പറഞ്ഞാലും അയാൾ മുസ്ലിമാകുന്ന പ്രശ്നമേ ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മുസ്ലിമാവൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചാൽ മുസ്ലിമാകൂല. പിന്നെ എപ്പോഴാണ് മുസ്ലിമാകുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ കൂടെ മറ്റൊരു വാക്കുകൂടെ ചേരണം. അതെന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പരിശുദ്ധമായ നാമം ചേരാതെ, പറയാതെ, പ്രഖ്യാപിക്കാതെ ഒരാൾക്കും മുഅ്മിനാകാൻ പറ്റൂല്ലെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ ദീൻ. ആലോചിച്ചു നോക്കണം, ആരായിരിക്കും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഷഹാദത്തിൽ കേറി കൂടിയ ആളാണ് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ ഈമാനിന്റെ സ്ട്രക്ചറാണ്, ഈമാനിന്റെ കാതലാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്നത്. ആദ്യമായൊരു മനുഷ്യന്റെ കണ്ണ് കണ്ടത് മുഹമ്മദ് നബിയുടെ പേരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ചു, സുന്ദരമായി സംവിധാനിച്ചു. ആദം നബി അലൈഹി സ്വലാമിനെ കളിമണ്ണ് കൊണ്ട് പടച്ചു. എന്നിട്ട് 40 ദിവസമാണ് മൂസയിലിട്ടത്. ഒന്ന് സെറ്റാക്കുക. എത്ര ദിവസം? 40 ദിവസം. 40ാമത് ദിവസം അവിടുത്തെ ശരീരത്തിലേക്ക് റൂഹ് ഊതി അല്ലാഹു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തേക്ക്, ബോഡിയിലേക്ക് റൂഹ് അങ്ങോട്ട് കയറിയപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണു തുറന്ന് നോക്കി. ഫസ്റ്റ് കണ്ടത് എന്താണെന്നറിയോ? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പേരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ്. എവിടെ നോക്കിയാലും അർശിലും ആ പേര്, കുർസിലും ആ പേര്. സ്വർഗത്തിന്റെ വാതിൽക്കൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ വൃക്ഷങ്ങളിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ വൃക്ഷങ്ങളുടെ ഓരോ ഇലയിലും, ഓരോ ഫ്രൂട്ടിലും, ഓരോ പഴങ്ങളിലും ഒരേ ഒരു പേരാണ് മുഹമ്മദ് മുസ്തഫാന്റെ പേര് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പേരെല്ലാറ്റിലും ആദം നബിയുടെ മാനസങ്ങളിൽ പൂതിയായി, അവിടത്തെ ഒന്ന് കാണാൻ കൊതിയായി. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചിട്ടില്ല, അവിടുന്ന് സൃഷ്ടിച്ചിട്ടില്ല. അവിടുന്ന് കാണാൻ പാകത്തിന്, അവിടുത്തെ ഫിഗർ കാണാൻ പാകത്തിന് സൃഷ്ടിച്ചിട്ടില്ല. അവിടുത്തെ ശരീരത്തിന്റെ ഫേസ് സൃഷ്ടിച്ചിട്ടില്ല. അപ്പോഴും ആദം നബിക്ക് ഭൂതിയായി അവിടത്തെ ഒന്ന് കാണാൻ. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തെന്നറിയോ? ആദം നബിയുടെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും അവിടത്തെ കാണാനുള്ള ഭൂതിയും അള്ളാഹു തീർത്തു കൊടുക്കുന്നത് എങ്ങനെയാ നിങ്ങൾക്ക്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 കൈയിന്റെ തള്ളവരലിന്റെ നഖത്തിന്റെ ഭാഗം അള്ളാഹു ഒരു കണ്ണാടി പോലെ ആക്കി കൊടുത്തു എന്ന് റൂഹുൽ ബയാനിൽ കാണാം, തഫ്സീറിന്റെ കിതാബിൽ കാണാം. 2 കണ്ണാടി പോലെ ആക്കി കൊടുത്തത്രേ. ആ കൈയിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം നോക്കിയിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ ഇരിക്കാന്നെ, ഈ 2 കൈയിന്റെ തള്ളവരിലേക്ക് നോക്കി, അതിന്റെ നഖത്തിലേക്ക് നോക്കിയിട്ട് അവിടെ അതിനുള്ള സെറ്റപ്പ് അവിടത്തെ കാണിച്ചു കൊടുത്തു. ആ സൗന്ദര്യവും ആ ഭംഗിയും ആസ്വദിച്ചു സയ്യിദുനാ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ആസ്വാദനത്തിൽ അവിടെ നിന്ന് ഇടയ്ക്കിടെ ചുംബിക്കുമായിരുന്നു ആ നഖങ്ങൾ. ഈ 2 കൈയിന്റെ നഖങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ ചുംബിക്കുക. എന്നിട്ടോ
ആ ചുംബിച്ച 2 കരങ്ങളും ഇടയ്ക്കിടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുകളിൽ അല്ലാഹ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചേർത്ത് വെക്കും. ആ ഒരു സ്നേഹത്തിൽ, ആ ഒരു ബഹുമാനത്തിൽ. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, നബിയേ, നമ്മുടെ പൂർവ്വപിതാവായ അബൂനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങയെ കാണാനുള്ള പൂതി കൊണ്ട് അവിടുത്തെ കരങ്ങളിലെ തള്ളവിരലിലേക്ക് നോക്കാറുണ്ടായിരുന്നു നബിയേ. അതിന്റെ 2 നഖങ്ങളും ചുംബിക്കാറുണ്ടായിരുന്നു നബിയേ. ആ 2 നഖങ്ങളും കണ്ണിലേക്ക് ചേർത്ത് വെക്കാറുണ്ടായിരുന്നു നബിയേ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ലോകത്തിന്റെ ഗുരുനാഥൻ സംസാരിച്ചതിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞത്, ലോകാവസാനം വരെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരുമായിക്കോട്ടെ, മൻ സമിഅ ഇസ്മി ഫിൽ അദാൻ, പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ വാങ്കിന്റെ ആ പരിശുദ്ധ വചനം കേൾക്കുമ്പോ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ആ 2 തള്ളവിരലിന്റെ കരങ്ങളിലെ 2 കൈയിന്റെ തള്ളവിരലിന്റെ നഖത്തിൽ ഒന്ന് ചുംബിച്ചു, എന്നിട്ട് ആ കരങ്ങൾ കണ്ണിലേക്ക് ചേർത്തി വച്ചാൽ അവർക്ക് മരണം വരെ കാഴ്ച പോകില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുന്നാര നബി തങ്ങളെ കണ്ട കൈയിന്റെ ഭാഗം, നബി തങ്ങളെ അല്ലാഹു കാണിച്ചു കൊടുത്ത ഭാഗം ഇന്നും മുസ്ലിം ഉമ്മത്ത് അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നു ഈമാനുള്ളവർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കണ്ണിന് തിമിരം ബാധിക്കില്ല, കണ്ണിന് സൂക്കേട് ബാധിക്കുമല്ലോ, ചെങ്കണ്ട് ബാധിക്കുമല്ലോ, പ്രയാസം ഉണ്ടാവുമല്ലോ, ഒന്നും ഉണ്ടാവില്ല, കാവലുണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ ആശയങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് മുതൽ ഇനി അടുത്ത വാങ്ക് വിളിക്കുമ്പോൾ സുബ്ഹി വാങ്കുവല്ലോ തുടങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അവിടെ നിന്ന് കേൾക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് ജവാബ്. എന്താ ജവാബ്? അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതങ്ങോട്ട് പറയാം. അതങ്ങോട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? 2 കരങ്ങളെയും ഒന്ന് ചുംബിക്കുക, 2 തള്ളവിരലിൻ്റെ നഖത്തിൻ്റെ ഭാഗം ഒന്ന് ചുംബിക്കുക, എന്നിട്ട് അത് കണ്ണിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുക. വലിയ മഹാഭാഗ്യമാണ്. ഇആനത്ത് പോലുള്ള ഫിഖ്ഹിൻ്റെ കിതാബിൽ കാണാം, ആ ഭാഗം വരുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ജവാബ് കൊടുത്തിട്ട് മർഹബൻ ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൂടെ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ പോരിശ കൂടുതലുണ്ട് എന്ന് കിതാബിൽ കാണാം. അറിയാവുന്നവർക്കത് പറയാം. ഇനി ഒന്നും അറിയില്ല എന്ന് കരുതി പഠിച്ചോനെ ഉസ്താദുമാർ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ഓതുന്നുണ്ട്, പഠിച്ചോനെ അള്ളാഹുവേ അത് മുയ്യാർക്കും മൊല്ലാക്കും മാത്രം അറിയാവുള്ളൂ, ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ പാടില്ല. ചെയ്യണം ഈ നന്മ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ടവരെ കാണാൻ കൊതിച്ച പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുസ്ലിം ഉമ്മത്ത് അവരുടെ മാനസങ്ങളിൽ 1000 താല്പര്യത്തോടെ കാണാൻ കൊതിച്ചു നിൽക്കുകയാണ്. പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കൊതിയില്ലാത്തവരുണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. ഈമാനുള്ളവരുണ്ടാവില്ല. മനാമിൽ അവിടത്തെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് അതിനുവേണ്ടി ശ്രമങ്ങൾ അല്ലേ, ഒരുപാട് സ്വലാത്തുകൾ, ഒരുപാട് ദിക്റുകൾ, സ്വപ്നത്തിൽ കാണാനുള്ള പ്രത്യേകമായ ബുർഉദ്ദാഇന്റെ വരികൾ എല്ലാം ചൊല്ലി. എന്നിട്ടും നമ്മുടെ മനാമിന്റെ ആ ഉറക്കിൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരി തിളങ്ങിയിട്ടില്ല, പലപ്പോഴും കണ്ടിട്ടില്ല. സിമ്പിളായിട്ട് നടക്കും, അത് എളുപ്പമാണത്. അതിനെന്താ വേണ്ടത്? ഒന്ന്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ആത്മാർത്ഥ ബന്ധം, മാനസികമായ ബന്ധം ഉണ്ടാകണം. നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ആരുണ്ടാകണം? പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സംസാരിച്ചാലും പുണ്യ റസൂൽ, നമ്മൾ ചിരിച്ചാലും പുണ്യ നബി, സലാം പറഞ്ഞാലും പുണ്യ നബി, വീട്ടിലേക്ക് കയറി ചെന്നാലും പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഹറക്കാത്ത് സക്കനാത്തുകളിൽ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് കയറി വന്നാൽ സ്വലാത്ത് കുറച്ച് ഇല്ലാലും കുഴപ്പമില്ല, കാണുക തന്നെ ചെയ്യും. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ. ഒരു സ്വലാത്ത് കാണാമല്ലോ, ഹദീസിന്റെ കിതാബിൽ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും മനപ്പാടല്ല, മദ്രസയിൽ നിന്ന് പോലും നമ്മൾ പഠിച്ചു വന്ന സ്വലാത്താണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ സ്വലാത്ത് അറിയാത്ത ആരാളുള്ളത്? എല്ലാവർക്കും അറിയില്ലേ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്ത് പവറാണെന്നറിയോ ആ സ്വലാത്തിന്?
നമ്മുടെ ഉസ്താദന്മാർ എഴുതിയുണ്ടാക്കിയ സ്വലാത്തല്ല, ഹദീത്തിൽ വന്ന സ്വലാത്താണത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. നമ്മൾ ഒന്നുകൂടെ കൂട്ടുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീത്തിൽ ഒറ്റവാക്കി വന്നിട്ടുള്ളൂ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഭയങ്കര പവറുള്ള സ്വലാത്താണെന്നാണ്. ആ സ്വലാത്ത് ഒറ്റവട്ടം ചെല്ലുമ്പോൾ ഫതഹല്ലാഹു തആല ലഹു 70 ബാബൻ മിനർ റഹ്മ. 7 വട്ടം അല്ലാഹു തമ്പുരാൻ റഹ്മത്തിന്റെ കവാടം അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയുടെ, മക്കൾക്ക് മാതാപിതാക്കൾക്ക് മക്കളുടെ, കുടുംബക്കാരുടെ, അയൽവാസികളുടെ സ്നേഹം വേണമെന്ന് ആർക്കെങ്കിലും മോഹമുണ്ടോ? ഹദീസിൽ കാണാ, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ സ്നേഹം വേണമല്ലോ പ്രിയപ്പെട്ടവരെ. പരസ്പരം മിണ്ടാതെ പിണങ്ങി നടക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യമല്ലേ? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പരസ്പരം പിണക്കമെന്ന് പറയുന്നത് അത് കുടുംബത്തിലായാലും വേണ്ടില്ല, അയൽവാസികളായിട്ടാണെങ്കിലും വേണ്ടില്ല. കുടുംബത്തിൽ പിണക്കമുള്ളവരോട് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഗൗരവമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോ സ്വലാത്ത് ചൊല്ലുന്നവരാണ് നമ്മൾ, മദ്ഹ് പാടുന്നവരാണ് നമ്മൾ, ഖുർആൻ ഓതുന്നവരാണ് നമ്മൾ, മുടങ്ങാതെ പള്ളിയിൽ വരുന്നവരാണ് നമ്മൾ, മുടങ്ങാതെ സ്വലാത്ത് പാടി പറയുന്നവരാണ് നമ്മൾ. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഏതേത് കർമ്മങ്ങളും, നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും, ഏത് നന്മകളും അല്ലാഹു കബൂൽ ചെയ്യണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ആ നമ്മുടെ കുടുംബക്കാരോടുള്ള പിണക്കം തീർക്കാതെ അല്ലാഹു അത് സ്വീകരിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ വീക്കിലി നമ്മുടെ അമലുകൾ അല്ലാഹുവിൻ്റെ മാലാഖമാർ അല്ലാഹുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ടത്രേ. പരിശുദ്ധ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വീക്കിലി പോകുന്നുണ്ട് നമ്മുടെ അമലിൻ്റെ ഫയൽ അല്ലാഹുവിൻ്റെ മുന്നിൽ. എല്ലാ തിങ്കളാഴ്ചയും പോകുന്നു നമ്മുടെ കർമ്മപുസ്തകം അല്ലാഹുവിൻ്റെ മുന്നിൽ. ഒരാഴ്ച നിന്റെ ദാസി ചെയ്ത അമലാണ് പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് മാലാഖമാർ നമ്മുടെ അമലുകൾ കാണിക്കുമ്പോൾ അതിൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഉംറയുണ്ട്, ഹജ്ജുണ്ട്, സകാത്തുണ്ട്, ഖുർആനോത്തുണ്ട്, സ്വലാത്തുണ്ട്, സലാമുണ്ട്, പല നന്മകളുമുണ്ട്. ആ അമൽ കാണുമ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, ഉത്റുകൂ ഹാദൈൻ, ഈ 2 പേരുടെ അമലുകൾ, ഈ കാണുന്ന 2 പേരുടെ കർമ്മപുസ്തകം എൻ്റെ മുന്നിലേക്ക് കാണിക്കാൻ പാടില്ല, ഞാനത് സ്വീകരിക്കൂല്ല, ഞാനത് പരിഗണിക്കൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം മാറ്റിവെക്കാൻ പറയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവർ ചെയ്ത തെറ്റെന്നറിയോ? അവർ എൻ്റെ പ്രിയമുള്ളവരെ റബീഉൽ അവ്വലിൽ പങ്കെടുക്കാത്തത് കൊണ്ടല്ല, പള്ളിയിൽ പോകാത്തത് കൊണ്ടല്ല, സദഖ ചെയ്യാത്തത് കൊണ്ടല്ല, വഅദിന് വരാത്തത് കൊണ്ടല്ല. അവർ ചെയ്ത തെറ്റെന്നറിയോ? അവരുടെ കുടുംബക്കാരുമായി, കൂട്ടുകാരുമായി, അയൽവാസികളുമായി സംസാരിച്ചിട്ട് ദിവസങ്ങളായി പരസ്പരം പിണക്കത്തിലാണ്, പരസ്പരം ഉടക്കിലാണവർ. എപ്പോഴാണോ പരസ്പരം സലാം പറഞ്ഞു കൂടുന്നത് അപ്പോഴേ അവരുടെ അമലുകൾ ഇവിടെ കാണിക്കേണ്ടതുള്ളൂ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പറയുന്നു എന്ന് പറയുന്നു. സ്വഹീഹായ ഹദീസാണ്. അല്ലാഹുവേ, കുടുംബക്കാരും കൂട്ടുകാരും അയൽവാസികളുമായുള്ള പിണക്കം റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ തരല്ലേ അല്ലാ. ഒരു സദസ്സിൽ വന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോയോ? ഉഷാറൊക്കെ പോയോ? ഒരു ഉഷാറില്ലല്ലോ സലാത്തിന്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള സദസ്സിന്റെ മുന്നിലേക്ക്, സ്വഹാബത്തിന്റെ മുന്നിലേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, കുടുംബക്കാരുമായി അയൽവാസികളുമായി ആരെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ഉടൻ തന്നെ ഇവിടുന്ന് സ്റ്റാൻഡ് വിടണം. ഇനി ഇവിടെ ഇരിക്കരുത്. ഇവിടെ ദുആ ചെയ്യാനുണ്ട്, ഇവിടെ നന്മകൾ പറയാണ്ട് കേൾക്കാണ്ട്. പടച്ചോൻ കബൂലാക്കൂല നിങ്ങളിവിടെ ഇരുന്നാൽ. അതുകൊണ്ട് സ്റ്റാൻഡ് വിട്ടോളൂ, ആ പിണക്കം തീർത്തിട്ട് വരാൻ പറഞ്ഞ് എണീപ്പിച്ചു വിട്ടു പരിശുദ്ധ റസൂൽ
ഇപ്പം ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് പറയാമെന്ന് കൂട്ടിക്കോളൂ. കുടുംബത്തിലെ അയൽവാസികളോ കൂട്ടുകാരോ പിന്നെ കുടുംബത്തിൽപ്പെട്ട ആളുകളുമായിട്ട് എന്തെങ്കിലും പിണക്കമുള്ള ആളുകൾ, കാക്കമാർ താത്തമാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ അല്ലല്ല പൊടിയും തട്ടി അണിച്ചോളൂ, പോയി പിണക്കം തീർത്തിട്ട് വന്നോളൂ എന്ന് പറഞ്ഞാൽ വാഴ്ന്നു പറയാൻ മൊയിലാരും ഉണ്ടാവില്ല. അയൽവാസികൾ വേണ്ടിയിട്ട് 3 കൊല്ലമായി, എന്തൊട്ട് മൊയിലാരും കൊല്ലാക്കിയാണ്. കുഴപ്പാണ്. ഇതിന് അല്ലാഹു യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യൂല. നിസ്കാരത്തിൻ്റെ ഒരു റക്അത്ത് മറന്നുപോയാൽ അതിന് പരിഹാരമുണ്ട്, പഠിച്ചും പൊറുക്കും, അത് അല്ലാഹു മാപ്പ് നൽകും. പക്ഷെ ഇതിന് ഒരു പരിഹാരമേ ഉള്ളൂ, ആ ബന്ധം സ്ഥാപിക്കുക തന്നെ വേണം. ഒരു കാരണവശാലും ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് പെട്ടെന്നുള്ള മരണം ഉണ്ടാകുന്ന, നമ്മൾ വിചാരിച്ചത് ഈ ഷവർമയും കുഴിമന്തിയൊക്കെ അടിച്ചാലാണ് പെട്ടെന്ന് അടിച്ചു പോണേന്ന്. അല്ല, അതിൻ്റെ ഒരു കാരണമാണെന്ന് മാത്രം. അതും അതിൻ്റെ ഒരു കാരണമാണ് കേട്ടോ. നമ്മുടെ ഈ പാതിര ഫുഡുകളുണ്ടല്ലോ, നമ്മുടെ ഈ ലോക ജീവിതവും പരലോക ജീവിതവും തകർക്കും. പാതിരാ ഫുഡുകൾ നബി ഇഷ്ടപ്പെടാത്ത ഭക്ഷണമാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നബി തങ്ങൾ ഫുഡ് കഴിക്കില്ല. എന്തുകൊണ്ടാണ് കഴിക്കില്ലാത്ത? സാധനം ഇല്ലാഞ്ഞിട്ടല്ല, കഴിച്ചാൽ അത് നമ്മുടെ ബോഡിക്ക് അപകടമാണ്. ആ കഴിക്കുന്ന ഒരു പിടിയെ കഴിച്ചോളെങ്കിൽ ആ പിടി ഭക്ഷണം നമുക്ക് രോഗമായിട്ട് മാറും. ഭക്ഷണം കഴിക്കുന്ന എപ്പോഴും ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പാകണം. എന്ന് വരുത്തിയിട്ട് 12 മണിക്ക് ഇശാ നിസ്കരിച്ചിട്ട് 11 മണിക്ക് ഫുഡ് കഴിക്കണം എന്നല്ല. ഇശാ വാങ്ങ് കൊടുക്കുന്ന ടൈം ഖദ്ദിമുൽ അശാ, എപ്പോഴും ഇശാ ഭക്ഷണം മുന്തിക്കണം. ഖബൽ ഇശാ, ഇശാ ഭാഗത്തിന് മുമ്പ് അശാ ഭക്ഷണം മുന്തിക്കണമെന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ കാണാം. നമ്മൾ രോഗിയാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഫുഡ് ഭക്ഷണ ശൈലി തന്നെയാണ്. അത് മാറ്റാമെന്ന് നിങ്ങൾ തീരുമാനം എടുക്കാവോ? എന്നിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ ചീട്ടെടുക്കേണ്ടി വന്നാൽ നിങ്ങളുടെ എൻ്റെ നമ്പർ, സംഘാടകരുടെ നമ്പറുണ്ട്, നിങ്ങൾ വിളിച്ചോളൂ. ആ ചീട്ട് ഞാൻ അതിൻ്റെ ക്യാഷ് പേ ചെയ്തോളാം. ഭക്ഷണം സൂക്ഷിച്ചാൽ പിന്നെ രോഗം ഉണ്ടാവില്ല. അത് ഏത് ഭക്ഷണ? അത് ഹദീസിൽ സുന്നത്ത്, നമ്മൾ അതൊക്കെയാണല്ലോ പറയുന്നത്, പഠിക്കുന്നത്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ, നമ്മളിപ്പോഴും ബ്രോയിലർ കോഴിയുടെ മാതിരിയാണ്. സ്വലാത്തിനൊക്കെ ഒരു കണ്ടില്ലേ, ബ്രോയിലർ കോഴി നടക്കണ കണ്ടിട്ടില്ലേ? ആ ടൈപ്പാണ് നമ്മുടെ ഇപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെയായി. അങ്ങനെയല്ലേ ഞാൻ പറയുന്നത്? ശരിയല്ലേ? ആലോചിക്കണം. നമ്മളെപ്പോഴും ജീവനുള്ള ഭക്ഷണം കഴിക്കണം. അപ്പോഴേ നമ്മുടെ ശരീരത്തിന് ജീവൻ ഉണ്ടാകൂ, നമ്മുടെ മനസ്സിന് ജീവൻ ഉണ്ടാകൂ, മനസ്സിന് ഊർജമുണ്ടാകൂ. അപ്പോൾ ഇവിടെ എന്തെന്നറിയോ? ഇവിടെ പെട്ടെന്നുള്ള മരണങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മിൻ ഇഖ്തിറാബിസ്സാ, ലോകാവസാനത്തിൻ്റെ അടയാളം ദജ്ജാൽ വരൽ മാത്രമല്ല, മഹദീമാവ് പ്രത്യക്ഷപ്പെടൽ മാത്രമല്ല, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ മാത്രമല്ല ഖിയാമത്ത് നാളിന്റെ അടയാളം. അവിടെ നിന്ന് പറയുന്നുണ്ട്, ഖിയാമത്ത് നാളായാൽ മിൻ ഇഖ്തിറാബിസ്സാ, ലോകാവസാനം വരാൻ പോകുന്നു എന്നതിന്റെ അടയാളമാണ് ഫുജ്അത്തുൽ മൗത്ത്. ചെറുപ്പക്കാരികൾ അകാലത്തിൽ പെട്ടെന്ന് മരിച്ചു പോകുക എന്നത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് ഖിയാമത്ത് നാളാകുമ്പോൾ പെട്ടെന്ന് മരണം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മരണം ഉണ്ടാകുന്നത്? മനുഷ്യൻ്റെ ആയുസ് ഓരോ വ്യക്തികളും അവർ സ്വമേധയാ കുറയ്ക്കുകയാണ്. നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ പറ്റും, ആയുസ് കുറയ്ക്കണമെങ്കിലും നമ്മൾ വിചാരിച്ചാൽ പറ്റും. ഇതെല്ലാം നമ്മുടെ പ്രവർത്തനത്തിലാണ്. പെട്ടെന്ന് ആയുസ് ചുരുങ്ങും. പ്രത്യേകിച്ച് മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ പെട്ടെന്ന് ആയുസ് തീരും. ഒന്നെങ്കിൽ പെട്ടെന്ന് മരണം ഉണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് രോഗം ബാധിച്ച് മരിച്ച മയ്യത്ത് പോലെ കിടക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ പരിശോധിച്ചോളൂ, നിങ്ങളൊന്ന് അന്വേഷിച്ചോളൂ. മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കളുടെ അവസ്ഥ അതാരാ? ഞാനാണെങ്കിൽ എൻ്റെ അവസ്ഥ ഇതാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു കാരണവശാലും ബാപ്പയോട് ഉമ്മയോട് കാണിക്കുന്ന മര്യാദകേടും ബാപ്പയോട് ഉമ്മയോട് കാണിക്കുന്ന വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങളും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസ് ഈ ലോകത്ത് നിന്ന് ചുരുങ്ങിപ്പോകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. ഒരാൾക്ക് അല്ലാഹു 30 കൊല്ലം ആയുസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണിയാൽ എത്ര വയസ്സ് വരെ ജീവിക്കും? എത്ര വർഷം വരെ ഉണ്ടാവും? 30 വർഷം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ കയറി വന്ന് എന്തോ ഒരു കാര്യത്തിന് എന്തോ ആയിക്കോട്ടെ ഉമ്മയോട് അങ്ങോട്ട് ചൂടായി.
വായിൽ തോന്നിയ സംസാരവും വർത്തമാനവും ഉമ്മയോട് വാപ്പയോട് അങ്ങോട്ട് പറഞ്ഞു, ചീത്തയും ബഹളവും ഒക്കെ അങ്ങ് പറഞ്ഞു, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഈ തള്ളയെ തന്തേന്നൊക്കെ വിളിച്ചിട്ട് കുഴപ്പമുണ്ടാക്കി സംസാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പം എന്താ നടക്കുന്നതെന്നറിയോ? ഇവിടെ എന്താ നടക്കുന്നത്? ചിലപ്പോൾ നമ്മൾ പറയും, ഉസ്താദെ എന്താ ഈ പറയുന്നത്? അവരുടെ വർത്താനം കേട്ടാൽ അത്ര പറഞ്ഞാൽ പോരാ, രണ്ടെണ്ണം കൊടുക്കേണ്ട ജാതികളാണ്, ഞങ്ങൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ അല്ലേ? അത് പ്രായമാകുമ്പോൾ നിൻ്റെ വാപ്പയും ഉമ്മയും നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറുള്ളൂ. നീ നോക്കണം എന്ന് പറഞ്ഞു വിട്ടിട്ടാണ് നമ്മളിങ്ങോട്ട് വിട്ടിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാവുള്ളൂ. അവർക്ക് പ്രഷറും ഷുഗറൊക്കെ വന്നിട്ട് അവരുടെ എല്ലാം ഡിസോർഡർ ആകുന്ന സമയത്ത് അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും, അകാരണമായി വഴക്ക് പറയും. അതെന്തിനാണെന്നറിയോ? നീ എന്താണ് പറയുന്നത് എന്ന് അള്ളാഹുവിന് പരീക്ഷിക്കാനാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിന്റെ മറുപടി എന്താ? അത് വാപ്പയല്ലേ, വാപ്പ പറഞ്ഞോട്ടെ. പഠിച്ചോനെ, വാപ്പക്കൊന്നും പറയാലോ, വാപ്പ പറഞ്ഞോട്ടെ. വേണ്ട, ഇത് നീ പറയുമെന്നറിയാനാണ്. അതെയോ നീ വാപ്പയെ ക്രോസ് ചെയ്യുന്നുണ്ടോ എന്നറിയാനാണ്. മാതാപിതാക്കളെ വെറുപ്പിച്ച മക്കൾ, എൻ്റെ പ്രിയമുള്ളവരെ, 30 വർഷക്കാലം ആയുസ്സുള്ളവരാണെങ്കിൽ പോലും അല്ലാഹു മാലാഖമാരെ വിളിച്ചുകൊണ്ട് പറയുന്നത് 30 കൊല്ലം ഇയാൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമില്ല. എന്തുകൊണ്ട്? ബാപ്പയോട് ഉമ്മയോട് പൊരുത്തക്കേട് കാണിച്ചവരാണിവർ. അതുകൊണ്ട് 30 എന്നുള്ളത് 3 കൊല്ലമാക്കി ചുരുക്കം പറയും. 3 കൊല്ലം കഴിഞ്ഞാൽ മരണം നടക്കും എന്ന് ഹദീസ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആയുസ് ചുരുങ്ങിയോ കൂടിയോ? ചുരുങ്ങി. വലിയ ഗൗരവമുള്ള വിഷയമാണ്. കാലും കയ്യും പിടിച്ചിട്ടാണെങ്കിലും ഉമ്മാടെ വാപ്പാടെ പൊരുത്തം വാങ്ങണം. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ പറഞ്ഞ് അല്പം പൊരുത്തക്കേടിലാണെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചെല്ലാൻ പറ്റുകയാണെങ്കിൽ ചെല്ലണം, അല്ലെങ്കിൽ നാളെ ചെല്ലണം. ഫോൺ കോൾ ചെയ്യണം ഉമ്മയോട്. ഉമ്മ, എനിക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടോ, ഞാൻ മോശമല്ലേ, ഉമ്മയുടെ മോളാണല്ലോ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അത് കരുതി ഉമ്മ ഒന്നും കാര്യമാക്കരുത്, എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് അവിടെ പൊരുത്തം മേടിക്കാതെ ഈ ലോകത്ത് വിജയിക്കാമെന്ന് കരുതണ്ട. കെലിമ ചൊല്ലി മരിക്കാൻ തടസ്സമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ പാപം മാതാപിതാക്കളുടെ പൊരുത്തക്കേടാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതേ സമയത്തോ 3 കൊല്ലം കൂടെ പഹയതിക്ക് ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ രോഗം വന്ന് മരിക്കാനുള്ള ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ ഇളയ മോൻ്റെ വീട്ടിലാണ് ഉമ്മയുള്ളത്, വാപ്പയുള്ളത്. അവിടെ വീട്ടിലേക്കാണ് ചേരിച്ചെന്ന്. ഉമ്മൻ്റെ എവിടെ എന്നൊക്കെ കയറി ചെന്ന് കുറേ സമ്മാനമൊക്കെ ഉമ്മക്ക് കൊടുത്തു, ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊടുത്തു, കുറച്ച് ക്യാഷൊക്കെ കൊടുത്തു. എന്നിട്ട് ഉമ്മ, എനിക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടോ, ഉമ്മയുടെ പൊരുത്തം എനിക്ക് വേണം എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ ഉമ്മ, നിന്നെ അള്ളാഹു നന്നാക്കട്ടെടാ, നിന്നെ അള്ളാഹു നന്നാക്കൂടി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു മലക്കളെ വിളിച്ചുകൊണ്ട് പറയും, ഇയാൾ 3 കൊല്ലം ജീവിച്ചാൽ പോരാ, 30 കൊല്ലം ഇവിടെ ജീവിക്കണം, ആയുസ് കെറ്റിക്കൊടുക്കാൻ അള്ളാഹു പറയുമെന്ന് പരിശുദ്ധ ഹദീസ്. അള്ളാഹുവേ, മാതാപിതാക്കളുടെ പൊരുത്തം കൊണ്ട് ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ റബ്ബേ, ആരോഗ്യം നൽകണേ അല്ലാ. അപ്പോൾ ഒരുപാട് ഉമ്മമാർക്ക് പറയാനുണ്ടാകും, ഉസ്താദേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറിലാണ്, അവരുടെ പൊരുത്തം മേടിക്കാനും അവരെ സ്നേഹിച്ചുകൊണ്ട് ആയുസ് കൂട്ടാനും ഞങ്ങൾക്ക് കഴിയില്ലല്ലോ ഉസ്താദ്. അതിനല്ലേ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്, നീ നിന്റെ മരിച്ചുപോയ പിതാവിൻ്റെ ഖബറിനടുത്ത് വെറുതെ ഒന്ന് വന്ന് നിന്നാൽ നിനക്ക് നൽകാൻ പോകുന്നത് 5 നേരത്തെ നിസ്കാരത്തിൻ്റെ കൂലിയല്ല, ഒരു ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലിയാണെന്ന് ഹജ്ജും ഉംറയും ചെയ്യാൻ പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ ഉപ്പാടെ ഖബറിനടുത്തുനിന്ന് പോയി നിൽക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാ. ആലോചിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വച്ച ഭാഗത്തേക്ക് മടങ്ങുകയാണ്. ഈ ലോകത്ത് പ്രിയമുള്ളവരെ, നമ്മുടെ ഏതേത് കർമ്മങ്ങളും അല്ലാഹു കബൂൽ ചെയ്യണമെങ്കിൽ കുടുംബക്കാരോട് അയൽവാസികളോടുള്ള പിണക്കം തീർക്കണമെന്ന് പറഞ്ഞു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസി ഹൈന്ദവനാണെങ്കിൽ ക്രൈസ്തവനാണെങ്കിൽ എന്തും പറയാമെന്ന് കരുതിയിട്ടുണ്ടോ മുസ്ലിമേ? പാടില്ല. അയൽവാസിക്ക് മതം നോക്കാൻ പാടില്ല, അയൽവാസിയുടെ ജാതി നോക്കാൻ പാടില്ല. നീ നിന്റെ കുടുംബത്തിന് സന്തോഷം കാണുന്നത് പോലെ നിന്റെ അയൽവാസി ഏതു മതക്കാരനാണെങ്കിലും അവർക്കും സന്തോഷം കാണണമെന്ന് പറഞ്ഞില്ലേ പരിശുദ്ധ റസൂൽ?
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ പൊന്നുമോൾക്ക് ഒരു മിഠായി വാങ്ങിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ആ മിഠായി നിന്റെ അയൽവാസി കൂടെ വാങ്ങാൻ നിനക്ക് കഴിയാതെ പോയാൽ നീ നിന്റെ മക്കളുടെ കയ്യിൽ മിഠായി കൊടുത്തുകൊണ്ട് വീടിന്റെ മുറ്റത്തേക്ക് അയക്കാൻ പാടില്ലെന്ന് ലോകത്തിന്റെ ഗുരുനാഥനായ അഷ്റഫുൽ മുശറഫായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേറണ്ടേ ഈ ഹദീസ് നമ്മുടെ കൽബുകളിൽ, മാനസങ്ങളിൽ കേറണ്ടേ എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്തോരു ബന്ധമാണ് ഇവിടുത്തെ ബന്ധം, എന്തോരു സ്വന്തമാണ് ഇവിടുത്തെ സ്വന്തം. വല്ലാത്ത ബാധ്യതയാണ് അയൽവാസികളോട്, കുടുംബക്കാരോട്. സലാത്തില്ല കേട്ടോ, നിങ്ങളൊന്ന് ആവശ്യത്തോടെ സ്വലാത്ത് പറയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ ഈ സ്വലാത്തിൻ്റെ കൂലി എന്നറിയാം നിങ്ങൾക്ക്? ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമ്പോഴുള്ള കൂലി എന്താ കൂലി? നമ്മൾ പറയുന്ന ഓരോ സ്വലാത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മലക്കുകളെ പടയ്ക്കും അത്രേ. നമ്മൾ ചൊല്ലിയ സ്വലാത്തിൽ നിന്ന് മലക്കുകളെ പടയ്ക്കും. എന്തിനാ? അത് ചൊല്ലിയ ആൾക്ക് വേണ്ടി അല്ലാഹു മഗ്ഫിർ ലഹു, പഠിച്ചോനെ പുറത്തു കൊടുക്കണോട്ടോ റബ്ബേ, ഞങ്ങളെ സിട്ടിക്കാൻ കാരണം ഈ കാക്കായും താത്തോയാണല്ലോ, ഈ വാതിൻ്റെ മജിലിസിൽ വന്നിരുന്നിട്ട് അവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് മലക്കുകളെ പടയ്ക്കുന്ന കാര്യമാണിത്. മാത്രമല്ല, സ്വലാത്ത് എന്ന് പറയുന്നത് മറക്കാൻ യാതൊരു നിർവാഹമില്ലാത്തൊരമലാണ്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. സ്വലാത്തിനോടുള്ള ഇഷ്ടക്കേട്. യഥാർത്ഥത്തിൽ ഒരാൾ പറയാണ്, എനിക്ക് നിസ്കാരമുണ്ട്, എനിക്ക് നോമ്പുണ്ട്, ഖുർആനോത്തുണ്ട്, നല്ല സ്വതക്കം ചെയ്യുന്നുണ്ട്, സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നുണ്ട്, തോന്നുമ്പോൾ ഉംറക്ക് പോകുന്നുണ്ട്, പോരാ. പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് മസ്റ്റാണ്. സ്വലാത്ത് ഉണ്ടാകണം. സ്വലാത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാസം കൂടെയാണ്. ഈ ഉമ്മത്തിന്റെ അധരങ്ങളിലൂടെ സ്വലാത്തിന്റെ സുന്ദരമായ മധുരങ്ങൾ മദീന മലർവാടിയിലേക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഗിഫ്റ്റായി പോകുന്ന മാസം കൂടെയാണ് റബീഉൽ അവ്വൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സ്വലാത്ത്, കോടിക്കണക്കിന് സ്വലാത്താ മദീനയിലേക്ക് പോകുന്നത്. അക്കൂട്ടത്തിൽ സാധുക്കളായ നമ്മളുടെ ഈ റബീഉൽ അവ്വൽ, ഈ രാവിൽ ഒരു അമൽ കൂടെ അങ്ങോട്ട് പോകട്ടെ, ഒരു സ്വലാത്ത് കൂടെ അങ്ങോട്ട് പോയിക്കോട്ടെ. എന്താ വലിയ ആനന്ദല്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് എക്കാലത്തും പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ ആദരിക്കുന്നത് പുണ്യ നബിയോടുള്ള മഹബത്ത് കൊണ്ടാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോടുള്ള സ്നേഹം, മഹബത്ത്, ആ മഹബത്തിന്റെ ഇൽഹാറിന് കൈഫിയത്തില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ.